അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് കേരള സെറ്റ് എക്സാമിനേഷന്റെ ഒരു വെബിനാർ ആണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് ഞാൻ ഫസ്റ്റ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. സോ വാം വെൽക്കം ഫോർ യു ഓൾ. നമുക്ക് എന്താണ് സെറ്റ് എക്സാമിനേഷൻ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മൾ ഈ വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ എന്താണ് ഈ വെബിനാറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇതുപോലൊരു വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, ഇതുപോലൊരു വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് എക്സാമിനെ കുറിച്ചിട്ടും അതിന്റെ എക്സാം സ്ട്രാറ്റജി, പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറയാം. ഓക്കെ, നമുക്കപ്പം എക്സാമിനെ കുറിച്ച് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കേരള സെറ്റ് എക്സാമിനേഷൻ? കേരള സെറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് സാധാരണ പറയാറുള്ള ഒരു ക്രൈറ്റീരിയ ആണ് സെറ്റ്. അപ്പൊ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് നടത്തുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് അക്വയർ ചെയ്തിരിക്കേണ്ട എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ ഒന്നാണ് സെറ്റ്. സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് സെറ്റ്. സോ ഇത് ഒരു വർഷത്തിൽ 2 തവണ നടക്കും. 2 സൈക്കിളായിട്ടാണ് സെറ്റ് എക്സാമിനേഷൻ നടക്കാറുള്ളത്. ജാനുവരി സൈക്കിളും ജൂലൈ സൈക്കിളും. ആപ്ലിക്കേഷൻ ഓൺലൈൻ ത്രൂ ആണ് നടത്താറുള്ളത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സെറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ എക്സാം നടത്തുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഒരു വർഷം 2 തവണ ഈ എക്സാമിനേഷൻ നടക്കാറുണ്ട്. LBS സെന്റർ ആണ് ഇത് നടത്തുന്നത്. ഇത്രയുമാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താന്നുള്ളത് നോക്കാം. 2 പേപ്പേഴ്സ് ആണ് സെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 ജനറൽ നോളജും അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പം ഒരു ദിവസം കംപ്ലീറ്റ്ലി ആണ് സെറ്റ് എക്സാം നടക്കുക. ബിഫോർ നൂണും ആഫ്റ്റർ നൂണും ആയിട്ട്. ബിഫോർ നൂണിലാണ് പേപ്പർ 1 എക്സാമിനേഷൻ നടക്കാറുള്ളത്. അത് തന്നെ 2 ഭാഗങ്ങളാണ്, ജനറൽ നോളജും രണ്ടാമത്തെ ഭാഗം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് കൺസേൺഡ് സബ്ജക്റ്റ്, അതായത് ആ എക്സാം അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റിന്റെ കൺസേൺഡ് സബ്ജക്റ്റ് ഏതാണോ അതാണ് പേപ്പർ 2 ആയിട്ട് ഉണ്ടാവും. ഇപ്പൊ കൊമേഴ്സുകാരാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും അവരുടെ പേപ്പർ 2. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ MCQs ബേസ്ഡ് ആണ്, അഥവാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 4 ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ല, essay ഒന്നും എഴുതുന്ന പോലെ എഴുതണ്ട. സോ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പേപ്പർ 1ൽ 120 മാർക്സിനുള്ളത് ഉണ്ടാകും. പേപ്പർ 2വിലും 120 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പേപ്പർ 1നും പേപ്പർ 2വിനും 2 മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. എക്സാമിന്റെ മോഡ് ഓഫ്ലൈൻ ആണ്. നെറ്റ് എക്സാം പോലെ CBT ബേസ്ഡ് ഒന്നും അല്ല, സിംപ്ലി OMR ബേസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് ബേസിക്കലി സെറ്റ് എക്സാമിനേഷന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ സെറ്റ് എക്സാം എഴുതാം എന്നുള്ളതാണ്. സെറ്റ് എക്സാം എഴുതുന്നതിന് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു നമ്മൾ പാസ്സായിരിക്കുന്ന PG പേപ്പർ, അതായത് ഏതാണോ നമ്മുടെ കൺസേൺഡ് മാസ്റ്റർ സബ്ജക്റ്റ്, അതിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിൽ ചില എക്സെപ്ഷണൽ കേസുകളൊക്കെ ഉണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ കാറ്റഗറി നമ്മുടെ മാർക്കിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് സെറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ജനറൽ ഐഡിയ അല്ലെങ്കിൽ ഒരു ജനറൽ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി 50% മാർക്ക് മാസ്റ്റേഴ്സിന് നേടിയിട്ടുണ്ട് എങ്കിൽ ആൾക്ക് സെറ്റ് എഴുതാം. അതുപോലെ BEd ഗ്രാജുവേഷൻ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയിരിക്കണം. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ പ്രോസ്പെക്ട്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സെറ്റ് എക്സാമിനേഷന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ് സെറ്റ് എഴുതുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല.
അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. സോ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, സെറ്റ് എക്സാമിനേഷൻ എഴുതാം. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന്റെ കേസിൽ പറയാനുള്ളത്. ഇനി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മാർക്ക് വേണം. അത് എത്രയാണെന്നുള്ളത് പറയാം. നമുക്ക് നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറിക്കാർക്കും ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ക്വാളിഫൈങ് മാർക്ക് ഡിഫറെൻ്റ് ആണ്. സോ ജനറൽ കാറ്റഗറിക്കാർക്ക് പേപ്പർ 1-ൽ 40%, പേപ്പർ 2-ലും 40%, ഓവറോൾ പെർസെൻറ്റേജ് വരുമ്പം 48% മാർക്സ് ഉണ്ടെങ്കിലാണ് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി ഒ ബി സിയിലാണ് എങ്കിൽ ഓവറോൾ പെർസെൻറ്റേജ് വരുന്ന സമയത്ത് നമുക്ക് 45% മതി. പേപ്പർ 1-ലും പേപ്പർ 2-ലും 35 വെച്ചിട്ട് വേണം. ഇനി ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് അല്ലെങ്കിൽ SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ 35% തന്നെയാണ് പേപ്പർ 1-നും പേപ്പർ 2-നും. ഓവറോൾ വരുന്ന സമയത്ത് 40% മതി. സോ ഇതാണ് ക്വാളിഫൈങ് മാർക്സിന്റെ ക്രൈറ്റീരിയ. ഇനി നമുക്ക് സിലബസ് എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം. സോ പേപ്പർ 1-ന്റെ സിലബസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 6 യൂണിറ്റ്സ് ആണ് പേപ്പർ 1-നും പേപ്പർ 2-നും ഉള്ളത്. അതിൽ പേപ്പർ 1-ൽ മേജർ ആയിട്ട് വരുന്ന 6 യൂണിറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്, വിച്ച് മീൻസ് കറണ്ട് അഫയേഴ്സ്. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഐഡിയയിലാണ് അത് വരുന്നത്. പിന്നെ ലാംഗ്വേജും റീസണിങ്ങും ആണ്. ദെൻ കറണ്ട് അഫയേഴ്സ്, എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ BEdന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പേപ്പർ 1-ൽ മേജർ ആയിട്ട് 2 ഭാഗമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ 3 ഭാഗം ജനറൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആൻഡ് റീസണിങ്, കറണ്ട് അഫയേഴ്സ്, അത് വേറെ തന്നെ ഒരു ഭാഗമാണ്. ദെൻ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മുതൽ പിന്നീട് വരുന്ന 3 യൂണിറ്റ്സുകൾ എന്താണ്, നമ്മൾ BEdനൊക്കെ പഠിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇത്രയാണ് മേജർ ആയിട്ട് പേപ്പർ 1-ന്റെ സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സെറ്റ് എക്സാം ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊമേഴ്സ് സബ്ജക്റ്റിൽ സെറ്റ് എക്സാമിൽ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന്റെ സിലബസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേപ്പർ 1-ൽ 6 യൂണിറ്റ് ഉള്ളത് പോലെ തന്നെ പേപ്പർ 2-ലും 6 യൂണിറ്റ് ഉണ്ട്. നമ്മൾ UGക്കും PGക്കും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മോസ്റ്റ്ലി സിലബസിനകത്ത് ഉള്ളത്. അപ്പം 6 യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ്, ബിസിനസ് എൻവയോൺമെന്റ് പോളിസി ആൻഡ് MIS, ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റീവ് അക്കൗണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ 6 യൂണിറ്റിലും 5 മൊഡ്യൂൾ വെച്ചിട്ട് വീണ്ടും സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയപരിധി കാരണം നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. സോ ബേസിക്കലി ഈ 6 ടോപ്പിക്കാണുള്ളത്. ഇതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് ഓരോന്നിലും 5 മൊഡ്യൂൾസ് വെച്ചിട്ടും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിലബസ്. സിലബസ് ഒക്കെ നമുക്ക് നല്ലപോലെ കണ്ട് പരിചയമുണ്ട്. സെറ്റ് എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആണ് എന്നൊക്കെ തോന്നാം. പക്ഷേ എല്ലാ ക്വാളിഫയിങ് എക്സാമിനേഷനും ഉള്ളതുപോലെ തന്നെ സെറ്റ് എക്സാമിനേഷനും അതിൻ്റെതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഉണ്ട്. അപ്പൊ അത് സിലബസ് ഓറിയന്റഡ് മാത്രമല്ല, ആ എക്സാമിന്റെ രീതിയിൽ വരുന്ന കുറച്ച് ഡിഫറൻസിന്റെ കൂടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്, എങ്ങനെ നമുക്ക് സെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാം. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏത് പരീക്ഷ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിലും എന്താണ് ആ പരീക്ഷ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ അതിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ അനാലിസിസിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. സോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റും സ്ട്രക്ചറും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണാറുള്ള അധികം ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം. അസേർഷൻ റീസൺ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഡയറക്റ്റ് 1 ലൈൻ ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. യൂഷ്വലി സെറ്റ് എക്സാമിൽ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അറൌണ്ട് 70 to 75% ക്വസ്റ്റ്യൻസും തിയറി ഓറിയന്റഡ് ആണ്. നമുക്കറിയാവുന്ന തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. ഒരു 25 to 30% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആയിട്ട്, അതായത് നമുക്ക് കുറച്ച് പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു 25 to 30% ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഇനി ഇതിൽ തന്നെ ക്വസ്റ്റ്യന്റെ ഡെപ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60% ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളോട് ഫാക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 1 വേർഡിൽ ആൻസർ പറയാൻ പറ്റുന്ന തരത്തിലുള്ള, വളരെ ക്ലിയർ ചെയ്തിട്ട് എന്താണോ ക്വസ്റ്റ്യൻ എന്നുള്ളത് വളരെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ലാണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് ഫാക്ട് ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഐഡന്റിഫിക്കേഷൻ ക്വസ്റ്റ്യൻസും ആയിരിക്കും. എന്നാൽ ഒരു 30% ക്വസ്റ്റ്യൻ ഒരു മോഡറേറ്റ് ലെവലുള്ളതായിരിക്കും. അതായത്
കുറച്ച് ഡയറക്റ്റ് ആണ്, എന്നാൽ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല, ചെറിയൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിലൊരു 10% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ച് കാലങ്ങളായിട്ട് സെറ്റ് എക്സാം ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഇതാണ്. ഒരു 60% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരു 30% മോഡറേറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഒരു 10% കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഈ കംപ്ലീറ്റ്ലി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പാകത്തിന് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റുക എന്നുള്ളിടത്താണ് സെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യോ ഇല്ലയോ എന്നുള്ളതിൽ കാര്യം. അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് പ്രൂവ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഇനി നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് വരുന്ന ഈ സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് എപ്പോഴും നമ്മൾ കുറച്ച് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാണ് ആ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ആ എക്സാമിന്റെ ഒരു രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാം. സോ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, സെറ്റ് എക്സാമിനേഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബ്രെഡ്ത്തിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ഡെയിലി PYQ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എന്നാൽ ഡെപ്തിന്റെ കേസിൽ വേരിയബിലിറ്റി ഉണ്ടാവാറുണ്ട്. നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു കാര്യം നമ്മളൊരു PYQയിൽ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ അടുത്ത തവണ എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിരിക്കില്ല, ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഡെപ്തിന്റെ കേസിൽ വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസിൽ വേരിയബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അതേപോലെ സഡൻ ടോപ്പിക് ഡെപ്ത് സ്പൈക്സ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർ ആയിട്ടുള്ള യൂണിറ്റ്സ് നിന്ന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന യൂണിറ്റ്സുകളിൽ നിന്നും എന്ത് സംഭവിക്കും, കുറച്ചധികം ഡെപ്തില് പെട്ടെന്ന് വലിയ രീതിയിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ കുറച്ചധികം ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചില ഓതേഴ്സ്, തിയറീസ്, ലോസ് ഒക്കെ സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിൽ കംപ്ലീറ്റ്ലി റിപ്പീറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ അടുത്ത എക്സാമിന് ചോദിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും സെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുണ്ട്. സോ കോമൺ ആയിട്ടുള്ള ന്യൂമറിക്കൽ ടോപ്പിക്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ന്യൂമറിക്സിലൊന്നും അവർ വല്ലാണ്ട് കുഴപ്പിക്കാറില്ല. എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി സ്റ്റെപ്പ് ന്യൂമറിക്കൽസ് പൊതുവെ റെയർ ആണ്. എന്ന് വെച്ചാൽ പൊതുവെ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് അധികവും സെറ്റ് എക്സാമിന് കാണാറുള്ളത്. വലിയ രീതിയിൽ പ്രോബ്ലം വെച്ചിട്ട് നമ്മളെ കുഴപ്പിക്കാറില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്തിന്റെ കേസിൽ വേരിയബിലിറ്റി വരുന്നത് കൊണ്ട് നമുക്കിനി അത് പ്രോബ്ലത്തിന്റെ കേസിലും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെറ്റ് എക്സാമിനേഷന് നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, PYQs അനലൈസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതിൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ ന്യൂമറിക്കൽസ് ആയിട്ടുള്ള, അതായത് നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ഫോർമുല ബേസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് എക്സാമിനേഷൻസ്. സോ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കണം. പിന്നീട് റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പലരും പല എക്സാമിനേഷൻസും ക്വാളിഫൈ ചെയ്യുന്നത് കൃത്യമായി അവർ റിവൈസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. സോ ഹൈ ഈൽഡ് റിവിഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷന്റെ ഒരു മേജർ പാർട്ടാണ്. അതുപോലെ ചില കോൺസെപ്റ്റുകൾ ഉണ്ടാകും, ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വളരെയധികം ക്ലാരിറ്റി വേണ്ട ചില കോൺസെപ്റ്റുകൾ ഉണ്ടാകും. അതിനൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുപോലെ ഇതിലെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവണം. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ PYQs പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്താലും ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് എക്സാമിന് കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം കുറച്ചും കൂടെ സ്ട്രക്ചർ ആയിരിക്കണം. നമ്മൾ ഒരു വാർഡോബിനകത്ത് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കുന്നുവോ അതുപോലെ നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കണം. അതിനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. സോ നമ്മൾ എന്ത് തന്നെ പഠിച്ചാലും അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനെ കാണുമ്പോൾ അതിനോടുള്ള ഫിയർ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഒട്ടുമിക്ക ആളുകളും പല എക്സാമിനേഷനും തോൽക്കുന്നതിന്റെ മേജർ ആയിട്ടുള്ള റീസൺസിൽ ഒന്ന് എക്സാമിനെ ക്വസ്റ്റ്യനെ പേടിയാണ് എന്നുള്ളതാണ്. ആ പേടി നമുക്ക് മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വ്യത്യസ്ത തരം ടെസ്റ്റുകൾ ചെയ്ത് പരീക്ഷയോടുള്ള പേടി കുറക്കുക എന്നുള്ളതാണ്. സോ മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെറ്റ് എക്സാമിനേഷനിൽ പ്രോബ്ലം ഓറിയന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ
നമ്മുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു ഡിസിപ്ലിൻ വരാൻ, നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കൃത്യമായി ചെയ്ത് തീർക്കാനൊക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സാധാരണ സെറ്റ് എക്സാമിനേഷന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ വരുത്താറുള്ള ചില കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷന്റെ സമയത്തോ അല്ലെങ്കിൽ എക്സാമിനേഷനിൽ വെച്ചിട്ടോ ഒക്കെ ചെയ്യുന്ന ചില കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് പേപ്പർ 1ഉം പേപ്പർ 2ഉം ബാലൻസ് ചെയ്ത് പഠിക്കാറില്ല എന്നുള്ളത്. ഏതെങ്കിലും ഒരു ടോപ്പിക് അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റേ പേപ്പർ ഇഗ്നോർ ചെയ്യുന്ന ഒരു സ്വഭാവം കാണിക്കും. പേപ്പർ 1ൽ ഫോക്കസ് കൊടുക്കുമ്പോൾ പേപ്പർ 2 ഇഗ്നോർ ചെയ്യും, പേപ്പർ 2ൽ ഫോക്കസ് കൊടുക്കുമ്പോൾ പേപ്പർ 1 ഇഗ്നോർ ചെയ്യും. സോ ഇത് തമ്മിലുള്ള ഒരു ബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോമൺ ആയിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ആ ഒരു ബാലൻസിങ് ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും സെറ്റ് എക്സാമിനേഷൻ പോലെ നമുക്ക് മൾട്ടിപ്പിൾ ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു എക്സാമിനേഷൻ ടാക്കിൾ ചെയ്യാൻ ഒരിക്കലും ഒരു നല്ല സ്ട്രാറ്റജി അല്ല. അടുത്തത്, നമ്മൾ പി ജിക്ക് എങ്ങനെ പഠിച്ചിരുന്നുവോ ആ സെയിം മാനറിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് പഠിക്കുന്നത് പോലെ തന്നെ പി ജി ടെക്സ്റ്റ് ബുക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കും. MCQs ആണ് എഴുതാൻ പോകുന്ന പരീക്ഷ എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ പഠിക്കും. ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ബേസിക്കലി നമ്മൾ പി ജി ടെക്സ്റ്റ് ബുക്സ് റെഫറൻസിന് യൂസ് ചെയ്തിട്ട് ഒരു MCQ എക്സാമിന് ഏത് രീതിയിൽ ചോദ്യം വരുമോ ആ രീതിയിൽ വേണം നമ്മൾ പഠനം കൊണ്ടുപോകാൻ. ദെൻ പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല. PYQs എന്ന് പറയുന്നത് എല്ലാ എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈവൻ ചെറിയൊരു എക്സാമിനേഷൻ ആണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സെറ്റ് പോലെ ഒരു സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഒരു വലിയ എലിജിബിലിറ്റി ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം PYQs വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ PYQs പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ, അതായത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ചില ഈസി ടോപ്പിക്സ് ഉണ്ടാകും, ചില ടഫ് ടോപ്പിക്സ് ഉണ്ടാകും. ഇപ്പൊ പൊതുവെ ആളുകളുടെ ഒരു സൈക്കോളജി എളുപ്പമുള്ളത് കൂടുതൽ പഠിക്കും, ടഫായിട്ടുള്ളത് അവിടെ വെക്കും എന്നുള്ളതാണ്. സോ അതും ഒരു മേജർ മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഡിഫിക്കൽട്ട് ആണ് എങ്കിൽ അതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ പഠിച്ചെടുക്കണം. ഇനി വീക്ക് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജിയാണ് എന്ന് വെച്ചാൽ, ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻറ്റയർ പഠനം മൊത്തം വെള്ളത്തിലാകും എന്ന് പറയുന്ന സ്ഥിതിയിലാകും. സോ അങ്ങനെ ചെയ്യരുത്. നമുക്ക് കൃത്യമായിട്ട് പാറ്റേണൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഒരു പാരലൽ ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷനും കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ പഠനം കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. അതേപോലെ ടൈം ബൗണ്ട് ആയിട്ടുള്ള പ്രാക്ടീസ് ഇല്ലാത്തത്. ഇപ്പൊ ഒട്ടുമിക്ക കുട്ടികളും ഇത്തരത്തിലുള്ള എക്സാമിനേഷനിൽ ചെയ്യുന്ന ഒരു ഫോൾട്ടാണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സമയം ഇരിക്കും, അത് കഴിഞ്ഞ് ബാക്കി ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കാൻ പോലും ടൈം കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രോബ്ലം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ ടൈം ബൗണ്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എത്ര തന്നെ കോണ്ടന്റ് നോളജ് ഉണ്ട് എങ്കിലും എക്സാംസിൽ അത് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ടൈം ബൗണ്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാത്തത് ഒരു വലിയ മിസ്റ്റേക്ക് കൂടിയാണ്. ഇതിന്റെ ഒക്കെ പുറമെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, മേജർലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈ എക്സാമിനേഷൻ പഠിക്കുമ്പം ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ പഠനത്തിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കും. നമ്മളൊരു കാര്യം സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നതും നമുക്കൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്ന് പഠിക്കുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു നല്ല ഗൈഡൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. സോ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസും കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സും എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ നമുക്ക് നോക്കാനുള്ളത്, ഞങ്ങൾക്ക് തരാൻ കഴിയുന്നത് എന്താണ്, വിച്ച് മീൻസ് ഐഫറിന് ഏത് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം തന്നെ സോൾവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഐഫറിനകത്തുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ, ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സിസ്റ്റം ഐഫറിനകത്തുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ആ ഗൈഡൻസ് ഏത് രീതിയിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഐഫറിന് ഞങ്ങൾക്ക് ഗൈഡൻസ് എന്നുള്ള രീതിയിൽ തരാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ലെസൺസ് ഐഫറിന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. എന്താണോ സെറ്റിന്റെ സിലബസിൽ ഉള്ളത് അതിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വാളിഫൈ ചെയ്യണമോ ആ രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഐഫർ പ്രൊവൈഡ് ചെയ്യും. വിച്ച് മീൻസ് എൻറ്റയർ സിലബസ് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാരി വലിച്ച് പഠിക്കുക എന്നുള്ളൊരു സിസ്റ്റം അല്ല. ഐഫറിന്റെ മെറ്റീരിയൽസ് കൺസൈസ്ഡ് ആണ്, എന്നാൽ ഡീറ്റെയിൽഡ് ആണ്. എല്ലാ കാര്യങ്ങളും പ്രിസൈസ്ഡ് ആയിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എക്സാം ഫിയർ മാറ്റാനും സമയവും ആക്യുറസിയും ഒക്കെ നിലനിർത്താനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആണ്. സോ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഐഫറിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇമോ സപ്പോർട്ടാണ്. ഇമോ എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ട് ആണ്. സോ നിങ്ങൾക്ക് ഏത് സമയത്തും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന അതിനുള്ള സംവിധാനമാണ് ഇമോ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഒരു AI ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഐഫറിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾ ടെക്നിക്കലി കൂടെ കുറച്ച് ഇംപ്രൂവ്ഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുക എന്നുള്ളതും ഐഫറിന്റെ ഗൈഡൻസിൽ ഒരു ഭാഗമാണ്. ദെൻ മോഡൽ എക്സാംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ ടെസ്റ്റ് ഒരു മോഡലായിട്ട് ചെയ്യുന്നത്. സോ ഒരു ഫുൾ മോഡൽ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഐഫർ ഡിഫറെൻറ്റ് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മോട്ടിവേഷൻസ് പോകുന്നു എന്ന് തോന്നുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ സെഷൻസ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ ഗൈഡൻസിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലയാണ് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും എന്നുള്ളത്. എന്ത് കൺസേൺസും തുറന്നു പറയാൻ പറ്റുന്ന ഐഫർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ആണ്. സോ അവിടെ നിങ്ങൾക്ക് എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മെന്ററും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ഐഫറിന്റെ സെറ്റ് സക്സസ് ട്രാക്ക് ബാച്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതുപോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ഫൈനൽ വേർഡ് എന്നുള്ള രീതിയിൽ പറയാണ്, നമുക്ക് എന്ത് കാര്യവും കൃത്യമായിട്ടുള്ള ഗൈഡൻസിൽ സ്റ്റഡി ആയിട്ടുള്ള എഫേർട്ടിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സക്സസിന്റെയും പിന്നാലെ പോകേണ്ടി വരില്ല. സക്സസ് നമ്മുടെ പിന്നാലെ വന്നോളും. കാരണം നല്ലൊരു ഗൈഡൻസും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടും നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ സ്ട്രക്ചർ ചെയ്തെടുക്കും എന്നുള്ളതാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എനിത്തിങ് ഇഫ് യു വാണ്ട് ടു ആസ്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പം വേറെ കാര്യമായിട്ടുള്ള ഡൗട്ട്സ് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എനിവേ, താങ്ക് യു ഫോർ ഓൾ. എല്ലാവർക്കും സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.